ടു സുഭാ വ്ളോഗ്സ്. ഇത് നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ബാക്കി വിശേഷം. നമ്മൾ ഒരു 4-5 മണിയായപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നു, ഒരു വില്ല മാതിരി. അങ്ങനെ നമ്മൾ അവിടെ വന്നു. അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ഈ വെള്ളത്തിൻ്റെ ഒരു കലകല സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് മേളിൽ നിന്ന് കണ്ട സാധനം അവിടെ നിന്ന് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. പക്ഷേ അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ തന്നിട്ടാണ് കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു ഏർപ്പാടൊന്നുമില്ല. ഇവിടെ കയറൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൽ നമുക്ക് പിടിച്ചൊക്കെ നിൽക്കാനായിട്ടൊക്കെ പറ്റും. ഈ വെള്ളത്തിൻ്റെ വരവ് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ശക്തമായിട്ടുള്ളതാണെന്ന്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ പണ്ടേ എനിക്ക് വെള്ളം പേടിയാണ്. ഞാനും ഇറങ്ങില്ല. വസുവിനെ ഇറക്കില്ല എന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വസുവിന് ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു, പിന്നെ ഇവരെല്ലാവരും ഇറങ്ങുന്ന കണ്ടപ്പോൾ വസുവിൻ്റെ ആ പേടിയൊക്കെ പോയിട്ടോ. ചേട്ടൻ്റെ അവിടെ കിടന്ന് മറിഞ്ഞ് ആസ്വദിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ വസുവിനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് തല നനയ്ക്കാണ്ട് ഇങ്ങനെ കളിപ്പിക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് കൊണ്ടുവന്നു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സാധനം നമ്മളവർക്ക് ഓർഡർ കൊടുത്ത് അവർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊന്ന് തന്നെയാണ് കേട്ടോ. പിന്നീട് നമ്മളിന്ന് തെംഷ്രാസോ അങ്ങനെ എന്തോ ഒരു കളി, സിനിമയെ പേര് പറഞ്ഞ് കളിക്കില്ലേ, ആ കളിയാണിത് ഇവിടെ കാണുന്നത്. അപ്പം അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ബസ് ഇവിടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാത്രിയിലെ കലാപരിപാടികൾ അവസാനിപ്പിച്ച് നമ്മൾ കിടന്നുറങ്ങി. അതിനുശേഷം രാവിലെ എണീറ്റ് അപ്പോൾ അവർ ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ. അതിൻ്റെ താഴെ തന്നെയാണ് ഓണർ ഓഫ് ഫാമിലിയും താമസിക്കുന്നത്. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചായയൊക്കെ അവരുണ്ടാക്കി നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ വന്നിരുന്നു. വീണ്ടും പോയി ഈ വെള്ളവും പുഴയല്ലല്ലോ, ആ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ ആസ്വദിച്ച് അവിടെ ഇരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ ഒരു പുറമേയുള്ളൊരു വ്യൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഉലാത്താൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പം അവിടെ കുറച്ച് ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ട് കുറച്ച് നേരം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊന്നും ഉണ്ടല്ലോ. സോ അവിടെ നിന്ന് ചെമ്പരത്തിപ്പൂവും കുറേ കാട്ടുപൂവൊക്കെ പറിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു. വാഗമണിൽ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരിക്കും. ഈ ഒരു ഹോം ലൈക്ക് ഒരു 3 ബെഡ്റൂമുണ്ട്, എല്ലാം സൗകര്യമായിട്ടുള്ള ഒരു വില്ലയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് സമയത്തും നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ച് പറയാം, അവർ അപ്പം തന്നെ ചെയ്തു തരും. അതിലൊരു മടിയും കാണിക്കുന്നില്ല, എന്ത് വേണോ ചെയ്തു തരും. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വാട്ടർഫാൾസാണ്. അതായത് ഇവിടെ വരുന്നവർക്ക് മാത്രം പ്രൈവറ്റായിട്ട് ബാത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് പൂൾ പോലെ ചെയ്തിരിക്കുന്ന ഒരു വാട്ടർഫാൾസാണ്. നല്ല ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ഉള്ള നല്ല രീതിയിലുള്ള ഒരു വാട്ടർഫാൾസ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം, രാത്രി നല്ല പകലുന്നില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർഫാൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാഗമൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. ഓക്കെ. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ തന്നത്. നമ്മുടെ വീട്ടിൽ പുട്ടുണ്ടാക്കാത്തത് കൊണ്ട് ഈ പുട്ട് കഴിച്ചപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. നല്ല ഒന്നാം തരം കടലക്കറിയും കൂടെ ആയിരുന്നു കേട്ടോ. ഏട്ടന് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ പുട്ടൊന്നും ഉണ്ടാക്കാറില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് എനിക്ക് പുട്ട് കഴിക്കാൻ പറ്റാറ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കുളിച്ച് റെഡിയായി നമ്മൾ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾ വരും വഴിക്ക് ഇവിടെ എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, എന്തോ സിപ്പ് ലൈനോ അങ്ങനെ എന്തോ. പക്ഷേ വസു നല്ല ഉറക്കമായിരുന്നു.
അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരും ഇറങ്ങി നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി. കാരണം വഴിയിൽ ഇവരിങ്ങനെ വണ്ടി നിർത്തിയിട്ടാണ് നമുക്ക് പറഞ്ഞു തരാം എന്താണെന്നൊക്കെ ഉള്ളത്. വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ബസ് ഉറങ്ങിയതിനെ കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. ഇനി ബസ് ഉറങ്ങി അവൻ ഉറക്കം ശരിയായില്ലെങ്കിൽ അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കി. വെറുതെ എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത്? സോ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പോൾ ബസ് എണീറ്റു കേട്ടോ. എണീറ്റിട്ട് വീണ്ടും കിടക്കുകയാണ് ഒരു ഉറക്ക ക്ഷീണത്തിൽ. ഇതും ഏതോ ഒരു വ്യൂ പോയിന്റ് എന്തോ ആണ്, നമുക്കിവിടെ നിന്ന് നല്ല ഫുള്ളായിട്ട് കാണാനൊക്കെ പറ്റും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഈ മലനിരകൾ ഒക്കെ നമ്മൾ ആസ്വദിച്ചു. ഉപ്പിലിട്ടതൊക്കെ പണ്ടേ വീക്ക്നെസ് ആയതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നെല്ലിക്ക, പൈനാപ്പിൾ, ക്യാരറ്റ് എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പൈനാപ്പിളാണ്. അങ്ങനെ ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചു. ദിവസവും ഇഷ്ടം നെല്ലിക്കയാണ് കേട്ടോ. അങ്ങനെ എപ്പോഴും കഴിക്കില്ല, എന്നാൽ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് ഈ നെല്ലിക്കയുടെയാണ്. അങ്ങനെ നമ്മൾ ഓരോരോ സ്പോട്ടിലായിട്ട് വന്ന് കണ്ടു. ഇപ്പോൾ ബസ്സിന് അവിടെ നിന്ന് ഏതോ ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ബൈനോക്കുലർ വാങ്ങിച്ചത്. അപ്പോൾ ബസ്സു അവിടെ നിന്ന് നല്ല പടം പിടിക്കുകയാണ് ഗൈസ്. വന്ന് വീണ് ലാസ്റ്റ് കൈയും കാലും ഒക്കെ മുറിയും. ഉള്ള 2 പല്ലും കൂടെ പോകും. ഫോട്ടോ എടുത്തിട്ട് പോവാം. വസുങ്ങി വന്നേ. ഇത്രയും അത് കാറ്റ് കാണുന്നു. പിന്നെ അവിടെ ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അവിടെ നിന്നൊരു ജീപ്പ് എടുത്തിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ മെയിൻ സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോകും. 2000 എത്ര രൂപയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേർത്തായിരുന്നു കേട്ടോ. എൻ്റെ അതേമേ റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവും നട്ടെല്ലും എല്ലാം മുടിഞ്ഞാണ് ഗൈസ് നമ്മൾ ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ പോയത്. ഇത് ഓടിക്കുന്ന ഡ്രൈവർമാരെ സമ്മതിച്ചേ മതിയാവും. നല്ലൊരു ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ. പിന്നെ അത് കഴിഞ്ഞൊരു ഹെലി ക്യാം ഷൂട്ട് അവിടെ എത്രയോ 350 റുപ്പീസിനോ എന്തോ ഉണ്ടായിരുന്നു. നമ്മൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയുള്ള കുറച്ച് മെയിൻ സ്പോട്ടൊക്കെ കണ്ട് നമ്മൾ ഇതിനു മുന്നേ വാഗണർ വന്നിട്ടുണ്ട്. സോ ഞാൻ ഇവരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പൈൻ വാലിലൊന്നും പിന്നെ കയറാൻ ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നല്ല നല്ല സ്പോട്ടൊക്കെ പോയി കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ബാക്ക് ടു ഹോം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ കുട്ടി ട്രാവൽ വീഡിയോ. സോ താങ്ക് യു ഫോർ